നമ്മൾ പലപ്പോഴും ചിന്തിക്കുമെന്ത്, പരലോകത്താണ്ട് എത്തിയാ മതി, എനിക്ക് സ്വർഗം ഉറപ്പാണെന്ന് ആലോചിക്കണ്ട. അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന നിലക്ക് നിങ്ങൾ ഇബാദത്ത് ചെയ്തിട്ടുണ്ടെങ്കിലേ അതേ അവസരത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ അതിന് കൂലിയില്ലാത്ത നിലക്ക് നമ്മുടെ കർമ്മങ്ങളൊക്കെ ചോർന്നു പോയാൽ, നമ്മുടെ കർമ്മങ്ങൾ ചോർന്നു പോകുന്ന ദ്വാരങ്ങൾ ഭദ്രമായി അടക്കാൻ നമുക്ക് സാധ്യമായിട്ടില്ലെങ്കിൽ എന്ത് ഫലമാ പിന്നെയുള്ളത്? നമ്മുടെ വീട്ടിലേക്ക് അതാ വാട്ടർ ടാങ്കിലേക്ക് നമ്മൾ ഇങ്ങനെ കിണറ്റിൽ നിന്ന് വെള്ളമടിക്കുന്നു. വെള്ളമടിച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്ക് ടാങ്ക് കാലിയാകുന്നുണ്ട്. നമ്മൾ ആലോചിക്കുകയാണ്, ആരും ബാത്റൂമിൽ കുളിക്കാനില്ലല്ലോ, ആരും വാട്ടർ ടാങ്ക് തുറന്നിട്ടില്ലല്ലോ, പിന്നെ എവിടുന്നാ ഈ വെള്ളം ചോർന്നു പോയത്? നമ്മൾ ഇങ്ങനെ പരിശോധിക്കുകയാണ്. വാട്ടർ ടാങ്കിൽ ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഈ വെള്ളം അവിടെ പോയി. പരിശോധിച്ചപ്പോഴാണ് നമ്മൾ കാണാത്ത ചില ദ്വാരങ്ങളിലൂടെ വെള്ളം പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പരലോക കോടതിയിലെത്തുമ്പോ ഉപകാരം കിട്ടുന്ന അമലുകളാകും എന്ന് വിചാരിച്ച് അവിടെ എത്തുമ്പോ ഈ ഗതികേട് നമുക്ക് വന്നാൽ നമ്മുടെ നിസ്കാരം കാണാനില്ല, സകാത്ത് കാണാനില്ല, ഹജ്ജ് ചെയ്തത് കാണാനില്ല, സൽക്കർമ്മങ്ങളൊന്നും കാണാനില്ല, ചോർന്നു പോയിരിക്കുന്നു. എന്തേ കാരണം? കർമ്മങ്ങൾ ചോർന്നു പോകാതിരിക്കണമെങ്കിൽ അത് ചോർന്നു പോകുന്ന ദ്വാരങ്ങളൊക്കെ അടക്കണം നമ്മൾ. അതാണ് വിശ്വാസ കാര്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് നമ്മുടെ ക്ലിയർ ആണോ? ശിർക്ക് കലരാത്ത ജീവിതമുണ്ടെങ്കിലല്ലാതെ പരലോകത്ത് നമ്മുടെ അമല് സ്വീകരിക്കൂല. പശ്ചാത്തപിക്കാതെ ആരെങ്കിലും ശിർക്ക് ചെയ്തുകൊണ്ട് മരിച്ചുപോയാൽ അവൻ നരകത്തിൽ ശാശ്വതമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് ജനങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? റഹ്മാനായ റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാനാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ആളുകൾക്ക് ഇന്ന് താല്പര്യം. കാരണം സമൂഹത്തോട് പലരും പറഞ്ഞു കൊടുക്കുന്നത് അതാണ്, റബ്ബിനോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റൂല. അതുകൊണ്ട് ഇടയാളന്മാരോടാണ് പ്രാർത്ഥിക്കേണ്ടത്, അവരോടാണ് നമ്മൾ ആദ്യം സങ്കടങ്ങൾ പറയേണ്ടത്. അങ്ങനെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോ അതേ ബദരീങ്ങളെ, മമ്പറത്തങ്ങളെ, മടവൂര് പോറേ എന്നിങ്ങനെ നിരന്തരമായി അല്ലാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പറയുമ്പോ പറയും, എന്തിനാ നിങ്ങളതൊക്കെ എതിർക്കുന്നത്? ഞങ്ങളതൊക്കെ അങ്ങനെ പറയുന്നുണ്ട് എന്നേയുള്ളൂ, അവരൊന്നും അള്ളയാണെന്ന് വിചാരിച്ചിട്ടല്ല. നമ്മളൊക്കെ ഇന്റമ്മേന്ന് വിളിക്കാറില്ലേ? വീഴാൻ പോകുമ്പോ എന്റമ്മേന്ന് വിളിച്ച് കരയാറില്ലേ? അതേപോലെയുള്ളൊരു കാര്യമേയുള്ളൂ എന്ന് പറഞ്ഞ് ഇതിനെയൊക്കെ നിസ്സാരവൽക്കരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന ഉമ്മവങ്ങന്മാരോട്, ഉപ്പമാരോട്, സഹോദരന്മാരോട് വിനയത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നമ്മൾ എന്റെ അമ്മേന്ന് വിളിച്ച് കരയുമ്പോ, ഉമ്മാന്ന് വിളിച്ച് വേദനിച്ചുകൊണ്ട് കരയുമ്പോ എന്താണ് നമ്മുടെ വിശ്വാസം? എന്റെ ഉമ്മ അള്ള കാണും പോലെയെല്ലാം കാണുന്നുണ്ട് എന്നാണോ? എന്റെ ഉമ്മ ഞാൻ എവിടെ നിന്ന് വിളിച്ചാലും അള്ള കേൾക്കും പോലെ കേൾക്കുമെന്നാണോ? എന്റെ ഉമ്മാക്ക് അള്ളാഹുവിനെ പോലെ എല്ലാം അറിയുമെന്നാണോ? അള്ള കേൾക്കും പോലെ കേൾക്കുമെന്നും അള്ളാഹു കാണുന്നത് പോലെ കാണുമെന്നും അള്ളാഹു അറിയുന്നത് പോലെ അറിയുമെന്നും അള്ളാഹു ഉത്തരം ചെയ്യുന്നത് പോലെ എനിക്ക് ഉത്തരം ചെയ്യുമെന്നും ഉമ്മാന്ന് വിളിക്കുമ്പോ നമ്മുടെ ചിന്തയിലുണ്ടോ? നമ്മുടെ വിശ്വാസത്തിലുണ്ടോ? അങ്ങനെ ആരെങ്കിലും എന്റെ അമ്മേന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അതും ശിർക്ക് തന്നെയാണ്. നേരെ മറിച്ച് അതൊന്നും അല്ലാത്ത നിലക്കുള്ള ഒരു പ്രയോഗം എന്ന നിലക്കല്ലേ നമ്മൾ അങ്ങനെ വിളിക്കുന്നത്. അതേ അവസരത്തിൽ ഇന്നിവിടെ ആളുകൾ മഖ്ബറകൾ തോറും കയറങ്ങിറങ്ങിയിട്ടും അല്ലാതെയുമൊക്കെ മരിച്ചു മൺമറഞ്ഞു പോയ മഹാത്മാക്കളെന്ന് പറയുന്നവരെയും അമ്പിയാക്കളെയും ഒക്കെ വിളിക്കുമ്പോൾ അവരുടെ വിശ്വാസം എന്താണ്? നമ്മൾ അല്ലാഹുവേ എന്നെ രക്ഷിക്കണേ എന്ന് പറയുമ്പോ നിങ്ങൾ വിഷയം വളരെ പ്രാധാന്യപൂർവ്വം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹ് എന്നെ രക്ഷിക്കണേ എന്ന് ഞാനും നിങ്ങളും പറയുമ്പോ നമ്മുടെ മനസ്സിൽ അപ്പോൾ ഒരു വിശ്വാസമുണ്ട്. അതെന്താണ്? ഞാൻ എവിടെ നിന്ന് വിളിച്ചാലും എന്റെ റബ്ബ് അത് കേൾക്കുന്നുണ്ട്. എന്റെ റബ്ബ് എന്നെ, ഞാൻ എവിടെയായാലും എന്നെ കാണുന്നുണ്ട്. ഞാൻ എവിടെയാണെങ്കിലും ഇനി വിളിച്ചില്ലെങ്കിൽ പോലും എന്റെ മനസ്സിലെ വിചാരവികാരങ്ങൾ എന്റെ റബ്ബ് അറിയുന്നുണ്ട്.
ഞാൻ എന്ത് ചോദിച്ചാലും അത് തരാൻ മാത്രം എന്റെ റബ്ബിന്റെ ഖജനാവിൽ അത്രത്തോളമുണ്ട്. അതൊരിക്കലും എത്ര കൊടുത്താലും തീർന്നു പോകുന്ന ഖജനാവല്ല. എന്തിനും ഉത്തരം ചെയ്യാൻ എന്റെ റബ്ബിന് കഴിവുണ്ട്. ലോകം മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അവനാണ് എന്ന് തുടങ്ങിയിട്ടുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് രാജ്യത്തു നിന്നും നമ്മൾ വിളിക്കുന്നതെന്ത്? അല്ലാഹുവേ രക്ഷിക്കണേ. ഇനി സഹോദരന്മാരെ, ആ സ്ഥാനത്ത് നിങ്ങൾ മറ്റൊരു വിളി സങ്കല്പിക്ക്. ബദരീങ്ങളെ കാക്കണേ, മടവൂർ ശൈഖേ രക്ഷിക്കണേ, മമ്പുറത്തപ്പാപ്പ കാക്കണേ എന്നിങ്ങനെ ഒരാൾ തേടുമ്പോ അയാളും വിശ്വസിക്കുന്നത് എന്ത് തന്നെയാണ്? അള്ള കാണും പോലെ ഇവർ എവിടെ നിന്ന് വിളിച്ചാലും കാണും, എവിടെ നിന്ന് വിളിച്ചാലും ഇവരും കേൾക്കും. അള്ളാഹു അറിയും പോലെ ഇവരും അറിയുന്നുണ്ട്, അള്ള കേൾക്കുന്നത് പോലെ ഇവരും കേൾക്കുന്നുണ്ട്, അള്ള അറിയുന്നത് പോലെ ഇവരും അറിയുന്നുണ്ട്, അള്ള ഉത്തരം ചെയ്യുന്നത് പോലെ ഇവരും ഉത്തരം ചെയ്യും. അതിനവർക്ക് കഴിവുണ്ട്. പക്ഷേ ഒരൊറ്റ വ്യത്യാസമാണ് അവര് പറയാറുള്ളത്. അതെന്താണ്? അള്ളാഹുവിന്റെ ഈ കഴിവുകളൊക്കെ സ്വന്തമായിട്ടുള്ളതാണ്. മഹാന്മാരുടെ ഔലിയാക്കന്മാരുടെയും ബീവിമാരുടേതുമൊക്കെ അള്ള കൊടുത്തതാണ്, സ്വന്തമല്ല. ഈ ഒരു വ്യത്യാസം മാത്രമുണ്ടായാൽ മതി എന്നതാണ് ചില സഹോദരങ്ങൾ പറയാറുള്ളത്. ഗൗരവത്തോടെ ചിന്തിക്കണേ. ഇത് തന്നെയാണ് ശിർക്കെന്ന് പറയുന്നത്. അള്ളാഹുവിനെ പോലെ കാണുന്ന ഒരാളുണ്ടെന്ന് വിശ്വസിക്കാൻ പാടുണ്ടോ? റബ്ബിനെ പോലെ കാണുക എന്നുള്ളത് റബ്ബിന്റെ മാത്രം ഗുണവിശേഷണമാണ്. അള്ളാഹുവിന്റെ കേൾവി അവന്റെ മാത്രം വിശേഷണമാണ്. അള്ളാഹുവിന്റെ കാഴ്ച അവന്റെ മാത്രം വിശേഷണമാണ്. അള്ളാഹുവിന്റെ അറിവ് അവന്റെ മാത്രം ഗുണമാണ്. അള്ളാഹു ഉത്തരം ചെയ്യുന്നു എന്നുള്ളത് അവന്റെ മാത്രം പ്രത്യേകതയാണ്. ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നു എന്നുള്ളത് അവന്റെ മാത്രം പ്രത്യേകതയാണ്. ആ കഴിവുകളൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ കാണും പോലെ കാണാനും കേൾക്കാനും നിയന്ത്രിക്കാനും അറിയിക്കാനും സഹായിക്കാനും ഉത്തരം ചെയ്യാനും ഒക്കെ ഞാനിതാ നിങ്ങൾക്കൊക്കെ കഴിവങ്ങ് വിട്ട് തന്നിരിക്കുന്നു എന്ന് അല്ലാഹു ഏത് നബിയോടാണ് പറഞ്ഞത്? പ്രിയപ്പെട്ടവരെ, ഏത് വലിയനോടാണ് പറഞ്ഞത്? ഇതൊരു ഗ്രൂപ്പിസം പറയുകയല്ല, ഇതൊരു വിമർശനം പറയുകയല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാര്, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആവർത്തിച്ചാവർത്തിച്ച് ആലോചിക്കണേ. റഹ്മാനായ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ ഞങ്ങൾക്കിതാരും പറഞ്ഞു തന്നില്ലല്ലോ എന്ന് ആരും വിലപിക്കരുത്. ഞങ്ങളോടിതാരും പറഞ്ഞില്ലല്ലോ എന്ന് റബ്ബിന്റെ അടുക്കൽ പറയാൻ ഇനി ഒരു ചാൻസ് ഇല്ലാത്ത നിലക്ക് വ്യക്തമായി ലളിതമായിട്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട ബാംഗ്ലൂരിലെ പ്രവാസി നിവാസികളോട് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് കാണും പോലെ കാണുന്ന ഒരാളുണ്ടെന്ന് പറയാൻ ഇവിടെ ആർക്കാണ് അധികാരമുള്ളത്? അത് അല്ല പറഞ്ഞതല്ലേ. ലൈസ കമിസ്ലിഹി ശൈഉൻ, അല്ലാഹുവിനെ പോലെ ഒന്നുമില്ല, റബ്ബിനെ പോലെ യാതൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അല്ല കാണും പോലെ ഇന്ന ഔലിയ കാണുമെന്ന്, ഇന്ന തങ്ങൾ കേൾക്കുമെന്ന്, ഇന്ന ബീവി അറിയുമെന്ന്, ഇന്ന വലിയ രക്ഷിക്കാൻ എത്തുമെന്ന്, ഇന്നയാൾ എന്റെ അടുക്കൽ ഉത്തരം ചെയ്യുവാൻ വേണ്ടി ഞാൻ വിളിക്കുന്നിടത്ത് എത്തിച്ചേരുമെന്ന് പറയാൻ ആർക്കാണ് അധികാരമുള്ളത്? ലോകം മുഴുവൻ നിയന്ത്രിക്കുവാൻ അതിന്റെ മുഴുവൻ കഴിവുകളും അതേ ഇന്ന വ്യക്തിക്കങ്ങ്, അതേ മടവൂര് ശൈഖിനും പലർക്കും അങ്ങനെ പല ഖുതുബുൽ ആലം എന്ന് പറയുന്നവർക്കും വിട്ടുകൊടുത്തിരിക്കുന്നു എന്ന് പറയാൻ ആർക്കാണ് പ്രിയപ്പെട്ടവരെ അധികാരമുള്ളത്? അള്ളാഹുവിന്റെ ഖുർആനിനെതിരല്ലേ? മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾക്കത് ഘടകവിരുദ്ധമല്ലേ? അതുകൊണ്ട് അതാണ് ഇന്നിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. റബ്ബിനോട് പ്രാർത്ഥിക്കും പോലെ അവർ മറ്റുള്ളവരോടും പ്രാർത്ഥിക്കുകയാണ്. അള്ള പറഞ്ഞതെന്താ? അവനെ പോലെ കാണുന്നവരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? അവനെ പോലെ കേൾക്കുന്നവരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? കൊച്ചു സൂറത്തല്ലേ ഇവിടെ ഇരിക്കുന്ന ഏതൊരു മുസ്ലിമിനാണ്, കൊച്ചുകുട്ടിക്കാണ് മനപ്പാടമില്ലാത്തത്? നമ്മൾ നിത്യജീവിതത്തിൽ അതാ നമ്മുടെ രാവിലെയുള്ള പ്രാർത്ഥനയിലും വൈകുന്നേരമുള്ള പ്രാർത്ഥനയിലും 3 തവണ വീതം നമ്മൾ പറയുന്നുണ്ട്. 5 നേരത്തെ നിസ്കാരം കഴിഞ്ഞാൽ ഓരോ തവണ നമ്മൾ പറയുന്നുണ്ട് എന്ത്? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ്. അവസാനം എന്താ പ്രിയപ്പെട്ടവരെ? വലം യകുൽ ലഹു കുഫുവൻ അഹദ്.
അവന് തുല്യനായി ഒരാളും തന്നെയില്ല. റബ്ബിന് കുഫുവത്തവൻ റബ്ബ് മാത്രമേയുള്ളൂ, അവന് തുല്യനായി ഒരാളുമില്ല എന്ന് അള്ളാഹു വ്യക്തമായി പറയുമ്പോ നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാര് എഴുതുന്നു, അള്ളാഹു കാണും പോലെ ഔലിയ കാണുന്നു, കേൾക്കും പോലെ കേൾക്കുന്നു, അറിയും പോലെ അറിയുന്നു, ഉത്തരം ചെയ്യും പോലെ ഉത്തരം ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നത് പോലെ ലോകം മുഴുവൻ കൺട്രോൾ ചെയ്യുന്നു. കാരണം അള്ളാഹ് അതിനൊക്കെ കഴിവങ്ങ് തീരെഴുതി കൊടുത്തിരിക്കുന്നു എന്ന്. ഇത് ശുദ്ധമായ ശിർക്കല്ലേ? അല്ലെങ്കിൽ ആയത്തെവിടെ, ഹദീസ് എവിടെ? ഇതാണ് ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കേണ്ടത്. നമുക്ക് ആരുടെയും ഓശാരം ആവശ്യമില്ലല്ലോ. നമുക്ക് കുടുംബത്തോടൊപ്പം സ്വർഗത്തിലെത്തണം. അതിനുള്ള വഴിയാണ് ഈ പറയുന്നത്. ഇത് കേൾക്കാതെ, ഇതനുസരിക്കാതെ മുന്നോട്ട് പോയാൽ റബ്ബിനോട് നേരിട്ട് ചോദിച്ചാ ഫ്യൂസ് അങ്ങ് ഊരിപ്പോകും. അതേ ട്രാൻസ്ഫോമറിൽ നിന്ന് നേരിട്ട് ബൾബിലേക്ക് കണക്ഷൻ കൊടുത്താൽ ഫ്യൂസും ബൾബുകളും ഒക്കെ അടിച്ചു പോകും പോലെ നമ്മളിവിടെ ഇടയാളന്മാരോട് ചോദിക്കാതെ റബ്ബിനോട് നേരിട്ട് സാധുക്കളായ നമ്മളൊക്കെ അങ്ങ് പ്രാർത്ഥിക്കാൻ നിന്നാൽ ആകെ അപകടമാകും എന്നൊക്കെയുള്ള ഒരു നിലക്കും അർത്ഥമില്ലാത്ത ഉദാഹരണങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ വെച്ച് കെട്ടിക്കൊണ്ട് ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചിട്ട് റബ്ബിനോട് നേരിട്ട് ചോദിച്ചാൽ ഉത്തരം കിട്ടും എന്ന് ഉറപ്പില്ല. അതുകൊണ്ട് നമ്മളൊക്കെ പാവങ്ങളാണ്, സാധുക്കളാണ്. ഇടയാളന്മാരോട് ചോദിച്ചിട്ട് അവര് അള്ളാഹിനോട് ചോദിക്കലാണ് നമുക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും നല്ലതെന്ന് എഴുതിവിട്ട ആളുകളെ, സഹോദരന്മാരെ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പൊറുക്കുന്ന കാര്യമാണോ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. റഹ്മാനായ റബ്ബ് അങ്ങനെ ഒരാൾക്കെങ്കിലും അങ്ങനെ എന്റെ പ്രാർത്ഥന സ്വീകരിക്കാൻ, അതാ നിങ്ങളോടാണ് അവരാദ്യം പറയേണ്ടത് എന്നിങ്ങനെ മരിച്ചു മൺമറഞ്ഞുപോയ മഹാത്മാക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞാലേ ഞാൻ സ്വീകരിക്കൂ എന്നൊരു നിയമം അള്ളാഹു വെച്ചിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഒരിക്കലുമില്ല. നേർക്ക് നേരെ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നത് കപടന്മാരുടെ സ്വഭാവമാണെന്നാണ് ഇവിടെ പറയുന്നത് ചിലരൊക്കെ. നിങ്ങൾ ഗൗരവത്തോടെ ചിന്തിക്കണം. നേർക്ക് നേരെ അള്ളാഹിനോട് ചോദിക്കാൻ പാടില്ലത്രേ. അത് അഹ്ലുസുന്നയുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന കാര്യമാണത്രേ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അങ്ങനെ ആരെങ്കിലും പടച്ചവനെ, റബ്ബേ, റഹ്മാനെ, റഹീമേ എന്നിങ്ങനെ അള്ളാഹുവിന്റെ അത്യുന്നതമായ ഉന്നതമായ നാമങ്ങളെ ആ റബ്ബിന്റെ അസ്മാഉൽ ഹുസ്നകളിലൂടെ അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുമ്പോ ആ റബ്ബത് കൃത്യമായി തന്നെ നമുക്ക് ഉത്തരം ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ നേരിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടതെന്ന് പറയുമ്പോ അതൊക്കെ ഇസ്ലാമിന് വിരുദ്ധമായ പുത്തൻവാദമാണെന്ന് പറയുന്നത് എത്ര സങ്കടകരമാണ്. അത് കപടന്മാരുടെ സ്വഭാവമാണെന്ന് പറയൽ എത്ര വിഡ്ഢിത്തമാണ്.